ഹായ് വെൽക്കം ടു IAS ഫാക്ടർ. നമ്മൾ ഇന്ന് മെൻറ്റർഷിപ്പിനെ കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ UPSCയുടെ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ വളരെ റീസെൻ്റ് ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈവൻ ഈ മെൻറ്റർഷിപ്പ് എന്ന ഒരു വേർഡ് പോലും വരുന്നത്. സോ ബാക്ക് ദെൻ അങ്ങനെ ഒരു വാക്കൊന്നുമില്ല. മെൻറ്റർഷിപ്പിനെക്കാട്ടും കൂടുതൽ UPSC പ്രിപ്പറേഷൻ വാസ് ഓൾ അബൌട്ട് പ്രിപ്പറേഷൻ, കുറേ പഠിക്കുക. ഇപ്പോൾ റീസെൻ്റ്ലി മെൻറ്റർഷിപ്പ് എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറിൻ്റെ അർത്ഥം തന്നെ നമുക്കൊരു മെൻറ്റർ ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഹൂ നോസ് ദിസ് എക്സാം, who has been into this exam, കുറേ ഇതിലൂടെ നടന്നൊരാൾക്ക് where he can guide you and make your efforts more easy. That's probably one of the important takeaways of mentorship. ഈ വീഡിയോ നിങ്ങൾ മെൻറ്റർഷിപ്പ് IAS ഫാക്ടറിൻ്റെ മെൻറ്റർഷിപ്പ് നമ്മൾ 1-on-1 ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങളിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഡെയിലി ലൈഫ് എക്സാമ്പിൾസ്, വൈ മെൻറ്റർഷിപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ UPSC, പ്രത്യേകിച്ച് 2026 UPSC എക്സാം ഒക്കെ കഴിയുമ്പോൾ നിങ്ങളിതൊരു കണക്റ്റഡ് ആയിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് കേട്ടാൽ മതി ഞാൻ പറയുന്ന മേജർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി വിത്ത് മീ, യു ആർ സ്റ്റാർട്ടിംഗ് വിത്ത് മീ വിത്ത് Arjun R. Shankar. So I've been into this UPSC mentoring for the last 16 years across India, and you can read more about, just pause and read more about. So mentorship സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പലരുടെയും ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളിനിപ്പോൾ ഒരു സ്പൂൺ ഫീഡിങ് പോലെ ഞാനെല്ലാം മെൻറ്റർഷിപ്പിലും മെൻറ്റർ എല്ലാം റെഡിയാക്കി നമുക്ക് എങ്ങനെ വെച്ച് തരും. എവിടെയോ UPSC പ്രിപ്പറേഷനിൽ ഈ ഒരു എക്സ്പെക്റ്റേഷൻ കൊണ്ട് 2026 എക്സാമിൽ വലിയൊരു അളവ് വരെയെങ്കിലും നമ്മുടെ പ്രിപ്പറേഷൻ ജേർണി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരിക്കലും ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ എനിബഡി, നോട്ട് ഈവൻ ദ മെൻറ്റർ. ഞാൻ ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ മെൻറ്റർ ഇസ് ഓൺലി എ പേഴ്സൺ ഹു ക്യാൻ ടേക്ക് യു ടു ദ റൈറ്റ് ഡിറക്ഷൻ. ബാക്കിയെല്ലാം നമ്മൾ തന്നെ. ഒരു കാര്യം ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, UPSC പ്രിപ്പറേഷൻ ഇസ് ഓൾ അബൌട്ട് പ്രിപ്പയറിങ് യുവർ സെൽഫ് സ്റ്റഡി തന്നെയാണ്. ആ സെൽഫ് സ്റ്റഡിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഒരു മെൻറ്റർ എന്ന് പറയുന്നത്. സോ ഈ സ്പൂൺ ഫീഡിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ നോക്കുക. ദാറ്റ് ഈസ് ആ റോങ് ട്രാക്ക്. പ്രത്യേകിച്ച് ടേക്ക് ഇൻ ടു അക്കൗണ്ട് നമ്മുടെ 2026 അൺപ്രഡിക്റ്റബിൾ എക്സാംസ്. ഇങ്ങനത്തെ അൺപ്രഡിക്റ്റബിലിറ്റി ഇനിയും വരും. ബിക്കോസ് UPSC എന്ന് പറഞ്ഞാൽ തന്നെ യു ക്യാൻ നെവർ ട്രസ്റ്റ് ദ പാറ്റേൺ ഓഫ് ദി എക്സാമിനേഷൻ. അതുകൊണ്ട് ബി പ്രിപ്പയർഡ്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് തിങ്കർ ആവുക എന്നുള്ളതാണ്. ഈ മെൻറ്റർഷിപ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്, ഒരു ആസ്പിരൻറ്റിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ലെവലിലേക്ക് കൊണ്ടുപോകുക. അല്ലാതെ ഇന്ന സാധനം മാത്രം വായിക്കുക, ഇന്നത് മാത്രം പഠിക്കുക, ഈ നോട്ട് മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ബുക്ക് മാത്രം വായിച്ചാൽ മതി, നിങ്ങൾ വേറെ പേപ്പറൊന്നും വായിക്കേണ്ട എന്നുള്ളതല്ല. ദിസ് ഇസ് ആൻ ഓപ്പൺ എക്സാമിനേഷൻ. ഇതിൽ വേണ്ടി നിങ്ങളെ ഒരു ഇൻഡിപെൻഡൻറ്റ് തിങ്കർ ആയില്ല എങ്കിൽ യു കനോട്ട് സോൾവ് ദിസ് ആൻഡ് യു കനോട്ട് ക്രാക്ക് ദിസ് എക്സാം അറ്റ് ഓൾ. യു ഹാവ് ടു ബി ആൻ ഇൻഡിപെൻഡൻറ്റ് തിങ്കർ. സോ പെട്ടെന്ന് ഇതേപോലത്തെ ക്വിക്ക് റെസ്പോൺസ് വന്നു കഴിയുമ്പോൾ UPSC എഴുതുമ്പോൾ വളരെ പെട്ടെന്ന് ക്വിക്ക് റെസ്പോൺസ് വരും. ആ റെസ്പോൺസ് നമ്മൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റുഡൻസ് ആയിരിക്കണം. UPSCയുടെ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ക്വിക്ക് റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് എക്സാമിൻ്റെ ഒരു ഫ്ലോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. 2010 ശേഷം പ്രിപ്പയർ ചെയ്ത് വന്നപ്പോൾ 2011 വാസ് എ ബിഗ് മാസീവ് ചേഞ്ച്. ആൻഡ് 2018 എക്സാമിനേഷൻ നോക്കിയ ആൾക്കാർക്ക് വളരെ ഭംഗിയായിട്ട് അറിയാൻ പറ്റും. 2018 വാസ് എൻ അൺപ്രഡിക്റ്റബിൾ പേപ്പർ. നിങ്ങൾ PYK എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അതിനുശേഷം 2023 വാസ് എൻ അൺപ്രഡിക്റ്റബിൾ പേപ്പർ, 2026 വാസ് എൻ അൺപ്രഡിക്റ്റബിൾ പേപ്പർ. സോ അൺപ്രഡിക്റ്റബിലിറ്റി ഇസ് ബേസിക്കലി ഇൻ ദ DNA ഓഫ് UPSC. അപ്പോൾ എന്താണ് ചോദിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ എന്ത് ചോദിച്ചാലും ഏത് ഫോർമാറ്റിൽ ചോദിച്ചാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലായിരിക്കണം ഒരു ശരിക്കുള്ള ഒരു ആസ്പിരൻറ്റ്. അത് ക്വസ്റ്റ്യൻസിൻ്റെ ഏത് രീതിയിലാണെങ്കിലും ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തില്ല എങ്കിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയാറുണ്ട്, നിങ്ങൾ വൺ ഡേ ഇൻ്റർനാഷണൽ കളിക്കുള്ളൂ, അല്ലെങ്കിൽ ടെസ്റ്റ് മാച്ചേ കളിക്കുള്ളൂ, 2020 കളിക്കുള്ളൂ എന്ന് പോലെയല്ല. ഇഫ് യു ആർ ഹിയർ, ലേൺ ദ റൂൾസ് ഓഫ് ക്രിക്കറ്റ്. എന്ത് ഫോർമാറ്റ് ചോദിച്ചാലും കളിക്കാൻ പറ്റണം എന്ന് ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും പറയാറുണ്ട്. സോ ഇൻ UPSC പ്രിപ്പറേഷൻ ദ ഫോർമാറ്റ് ഡസൻറ്റ് മാറ്റർ. You have to be prepared, you have to be ready for bracing all the formats. അതാണ് ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ പല ആസ്പിരൻസിനും ഇപ്പോൾ ഇത് മെൻറ്റർഷിപ്പൊക്കെ നോക്കുന്ന ആൾക്കാർ ഓൾറെഡി 2-3 അറ്റംപ്റ്റ്സ് കഴിഞ്ഞ ആൾക്കാരായിരിക്കും. അവർക്ക് ചിലപ്പോൾ പ്രിലിംസിന് ഇഷ്യൂസ് ഉണ്ടാവാം, മെയിൻസ് എഴുതുമ്പോൾ പ്രിപ്പറേഷൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ കാണുന്ന 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നവരായിരിക്കാം. സം പീപ്പിൾ ഹാവ് എക്സ്ക്ലൂസീവ് പ്രോബ്ലംസ് റിഗാർഡിങ് MCQ, പ്രിലിംസിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, പാസ്സാവുന്നില്ല. Some people have real good problem because they never clear the mains examination. 3 mains എഴുതി, 4 mains എഴുതി, but they are not able to make it. റൈറ്റിംഗിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവാം. സംടൈംസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദി ആറ്റിറ്റ്യൂഡ്. ഞാൻ പ്രിലിംസ് മെയിൻസ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ എൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങോട്ട് ശരിയല്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ വൈ ആൻഡ് വാട്ട് ഈസ് ദ പ്രോബ്ലം. മേ ബി ഐ ഹവ് നെവർ ഫിഗർഡ് ഇറ്റ് ഔട്ട്.
and I can help you figure it out too. And ഇതൊന്നും അല്ലെങ്കിൽ sometimes it can be a personal challenge. UPSC പഠിക്കുന്ന പല ആൾക്കാരും they are really good spot on preparation ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷേ ലൈഫിൽ പല ചലഞ്ചസും ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. ആ ചലഞ്ചസ് അവർക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ മൈൻഡ് സെറ്റ് മോശമായ ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഐ എം ഷുവർ your problem regarding UPSC preparation is actually fitting into some of these boxes or multiple set of boxes. അതാദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു മെൻറ്ററിൻ്റെ ജോലി. ആൻഡ് ഐ ബീൻ ഡൂയിങ് ദിസ്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു കോൺസെപ്റ്റ് മെൻറ്റർഷിപ്പിൽ. വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്ന് കൃത്യമായി കണ്ടുപിടിച്ച് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക്. ആൻഡ് മൈ ഐഡിയ ഇസ് ടു മേക്ക് യു എ സ്ട്രോങ് കണ്ടൻറ്റർ. പ്രിപ്പറേഷൻ്റെ ജേർണിയിൽ ഇതേപോലെ ഒരു സ്ട്രോങ്, എന്തായാലും നമ്മൾ കുറേ ദൂരം പോകാനുണ്ട്, അതിനകത്തൊരു സ്ട്രോങ് കോണ്ടൻറ്ററായിട്ട് ഏത് വഴി പോകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ആസ്പിരൻസിന് പ്രശ്നമുണ്ട്. ഒരു ബ്ലൈൻഡ് ഫോളോയിങ് ശരിയല്ല. ഓൺലി ബിക്കോസ് യുവർ സീനിയർ ഓർ സം ഓഫ് ദ ടോപ്പേഴ്സ് ദാറ്റ് യു പേഴ്സണലി നോ ഓർ യു ഹവ് സീൻ ഇൻ ദ യൂട്യൂബ് ഹാസ് സെഡ് ദിസ്, ഡു നോട്ട് ഡു ദാറ്റ്. ബിക്കോസ് അത് UPSC ജേർണിൽ ഭയങ്കര പ്രശ്നമാണ്. ബിക്കോസ് യു ആർ യുവർ ഓൺ ഇൻഡിവിജ്വൽ സെൽഫുള്ള ആളാണ്. അപ്പോൾ ആ ഇൻഡിവിജ്വാലിറ്റിനെ സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കണം. ഇതിൽ ഏത് വഴിയാണ് എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ യു ഹാവ് ടു ഫൈൻഡ് യുവർ വേ. അത് നമ്മുടെ പ്രിപ്പറേഷൻ്റെ ആദ്യത്തെ ഒരു 3 to 4 weeks തന്നെ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വഴി ഏതാണ്, ആ വഴി ഫിക്സ് ചെയ്ത് യു ഹാവ് ടു ട്രാവൽ ഇൻ ദാറ്റ് വേ. ജസ്റ്റ് ബിക്കോസ് യുവർ ഫ്രണ്ട് ഇസ് ട്രാവലിംഗ് ഇൻ ദി അതർ ഡയറക്ഷൻ ഡസൻറ്റ് മീൻ ദാറ്റ് യു ഹാവ് ടു കോപ്പി ഹിം, ബി എ കോപ്പി ക്യാറ്റ്. നോ, യു ഹാവ് ടു ഫൈൻഡ് യുവർ ഡയറക്ഷൻ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു മൂവ് ഫോർവേഡ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ആൻഡ് ട്രസ്റ്റ് ദിസ് പ്രോസസ്. ഇത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. സോ മെൻറ്റർഷിപ്പിൻ്റെ ആദ്യത്തെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഇസ് ടു മേക്ക് യു ട്രാവൽ, ടേക്ക് ദ ബെസ്റ്റ് ഡിറക്ഷൻ. അത് നിങ്ങളുടെ ഡിറക്ഷൻ ഏതാണെന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. വിൽ ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. അതുകൊണ്ടാണ് ഞാനത് അവിടെ അങ്ങനെ വെച്ചത്. പിന്നെ ഏറ്റവും കൂടുതൽ യു ഹാവ് ടു ഡു ആൻ അൺലേണിംഗ് ആൻഡ് റീവയറിംഗ് സിസ്റ്റം. ബിക്കോസ് പല ആൾക്കാരും UPSCക്ക് പഠിച്ചു എന്ന് പറയുമ്പോഴും ശരിക്കും ഈ പരീക്ഷയ്ക്കൊരു ഡിമാൻഡുണ്ട്, ഈ പരീക്ഷയുടെ ഒരു ട്രെൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പരീക്ഷ ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് ഒരു ലെവൽ ഓഫ് സംഭവങ്ങളുണ്ട്. നിങ്ങൾ പ്രിപ്പയർ ചെയ്തു എന്ന് പറയുന്നത് ശരിക്കും ആ പ്രിപ്പറേഷൻ, ക്യാൻ യു ഈവൻ സേ ദാറ്റ് ദ പ്രിപ്പറേഷൻ ദാറ്റ് ഐ ഡിഡ് ഫോർ UPSC വാസ് മൈ 100% എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെയോ പഠിച്ചു, 1-2 വർഷം ഈ ജേർണിയിലൂടെ ഞാൻ സ്പെൻഡ് ചെയ്തു. പക്ഷേ ഈ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള റിയൽ ആയിട്ടുള്ള കുറച്ച് സ്കിൽസും റിയൽ ആയിട്ടുള്ള ഡിമാൻഡുകൾ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കീ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഞാൻ പെട്ടെന്നൊരു കാര്യം പറയുകയാണ്. സേ ഐ എം ജസ്റ്റ് ടെല്ലിങ് യു, കോസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം GS പേപ്പറിൻ്റെ സിലബസിൽ ഏത് പേപ്പറിൽ ഏത് ഏരിയയിൽ ഏത് സബ് ഹെഡിങ്ങിൽ ഏത് ബൈലൈനിൽ വരുമോ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഹൗ ഗുഡ് ഇസ് കോസ്റ്റ് ഗാർഡ് ഇൻ സേഫ് ഗാർഡിങ് അവർ കോസ്റ്റൽ ബൗണ്ടറീസ് ഓഫ് ഇന്ത്യ എന്നൊരു ചോദ്യം മെയിൻസിന് ചോദിച്ചാൽ സിലബസ് അത്ര നന്നായി അറിയണം. വെറുതെ GS പേപ്പർ 3 ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നില്ലല്ലോ, ഏത് ലൈനിൽ നമുക്കിത് പെടുത്താം. ഇത്തരത്തിലുള്ള ഒരു ഡിമാൻഡുണ്ടോ? സോ അതിനാണ് ആദ്യം പറയുന്നത്, നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ മെൻറ്റർഷിപ്പിൽ ഫസ്റ്റ് ഫ്യൂ വീക്സിൽ ഐ എം ഗോണ ഡു ദിസ് പ്രോസസ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ അൺലേൺ ആൻഡ് റീവയറിംഗ് പ്രോസസ്. നമ്മൾ ഓൾറെഡി ഉള്ള കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ അൺലേൺ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഇതേപോലെ റീവയർ ചെയ്യേണ്ടിയും വരും. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഡു നോട്ട് come up with the ego part that I have prepared for 4 attempts, 5 attempts. If you're ready to start it from a beginner, ഒരു blank slate പോലെ, if you're ready to go, I can really help you in this. So അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിങ്കിങ് ലൈക്ക് ബീങ് എ പേഴ്സൺ വിത്ത് എ ബ്ലാങ്ക് സ്ലേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 0 നിന്നും തുടങ്ങിയ ഉറപ്പായിട്ടും അൺലേൺ ചെയ്ത് ഈ റീവയർ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ആൻഡ് പലപ്പോഴും ഹാവ് യു ഡൺ ദ റൈറ്റ് തിങ്, ശരിയായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്തതെന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ പലരും പറയുന്നതാണ്, ഞാൻ UPSCക്ക് വേണ്ടി ഇമാജിൻ UPSC ഈസ് ഓൾ അബൌട്ട് റണ്ണിങ്, ഞാനത് കറക്റ്റായിട്ട് ഓടുന്നുണ്ട് സാർ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവൻറ്റ് എന്ന് പറയുന്നത് 110 hurdles ആണ്. സോ ഓട്ടം മാത്രമല്ല, ഇടയ്ക്ക് ഈക്വൽ ഇൻ്റർവെൽസിൽ യു ഹാവ് ടു ജമ്പ്, ലീപ്പ്. അപ്പോൾ ഈ റണ്ണിങ് എന്ന് പറയുന്ന സംഭവം ഞാൻ UPSCക്ക് ചെയ്യുന്നുണ്ട്, ഓടുന്നുണ്ടെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് ചാടുകയും കൂടെ വേണമായിരുന്നു. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൗ ടു ടെൽ യു. സോ പലപ്പോഴും UPSCയുടെ പ്രിപ്പറേഷനിലും ഇങ്ങനെ തന്നെയാണ്. യു ഡു എ ലോട്ട് ഓഫ് തിങ്സ്, ബട്ട് അതിനാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തോ എന്നുള്ളതൊരു കീ ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം നമുക്ക് ഫിക്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ടേക്ക് എ ലുക്ക്. അതെല്ലാം ഈ ഒരു പ്രെഡിക്റ്റബിൾ ലെവൽസിൽ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ പ്രിലിംസിൻ്റെ OMR ഷീറ്റുകളുടെ MCQ ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യണം, എയർ ടൈറ്റ് ആക്കണം. അതേപോലെ റൈറ്റിംഗ് ഹാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, യു ഹാവ് ടു ഡു ഇറ്റ്. ഇറ്റ്സ് നോട്ട് എൻ ഈസി പ്രോസസ്, ബട്ട് സ്റ്റിൽ ഒരുപാട് പ്രാക്ടീസ് വേണ്ട ഒരു കാര്യമാണ്. അതിനും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, UPSC ആസ്പിരൻസിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം,
ദേ ആർ പ്ലേഗ്ഡ് ബൈ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ. ഇതാണ് ആ സംഭവം. ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ കളക്ട് ചെയ്ത നമ്മുടെ മാസ്റ്റർ ബൗൾ എന്ന് പറയുന്നതിൽ ഓൾറെഡി ഗ്യാപ്സ് ഉണ്ട്. യു ആർ നോട്ടീസിങ് ഇറ്റ്. യു ആർ ഓൺലി ലുക്കിംഗ് അറ്റ് ദ തിങ്സ് ദാറ്റ് യു അച്ചീവ്ഡ്. ഞാൻ ഇത് പഠിച്ചു, അത് പഠിച്ചു, ഞാൻ മിനിമം 4 ടെസ്റ്റ് സീരീസ് 4 അക്കാഡമിയുടെ ടെസ്റ്റ് സീരീസ് എങ്കിലും എഴുതി, 100 ആൻസർ എഴുതി, ഞാൻ ഇത്രയും ചെയ്തിട്ട് ഞാൻ പാസ്സാവുന്നില്ല എന്ന് പറയുന്നത് ദർ ഇസ് സംതിങ് റോങ്. ആൻഡ് ഫിഗറിങ് ഔട്ട് ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മെൻറ്റർഷിപ്പ്. അത് ഈ പടം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് അത് വെച്ചത്. സോ മെൻറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ യു ഹാവ് ടു കീപ് ഗോയിങ്. ഇതെല്ലാം ഫിഗർ ഔട്ട് ചെയ്തിട്ട് നിങ്ങളെ കറക്റ്റ് ആയിട്ടുള്ള ട്രാക്കിലേക്ക് സെറ്റ് ചെയ്യുന്നതാണ് മൈ ജോബ്. ആൻഡ് ഈ കാണുന്ന എത്ര സബ്സെറ്റിൽ നിങ്ങൾ എത്രത്തോളം പ്രശ്നങ്ങൾ ഈ ഒരു ഇഷ്യൂവിനകത്തുണ്ടെന്നുള്ളത് വിൽ ഡു എ നമ്മളൊരു ക്വിക്ക് മെൻറ്റർഷിപ്പ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് യു വിൽ സ്റ്റാർട്ട് തിങ്കിങ്. പ്രോബ്ലംസ് എല്ലാം ഫൈൻ ട്യൂൺ ചെയ്ത് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. സോ ഇതേപോലെ എന്തായാലും നമുക്ക് ഒരു പ്രോബ്ലംസ് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. ആൻഡ് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് കോളം പേഴ്സണൽ ചാലഞ്ച് എന്ന് പറയുന്ന എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് സോൾവ്. നിങ്ങൾ എത്ര ബ്രെയിൻ എത്ര ഇൻ്റലിജൻ്റ് ആണെങ്കിലും UPSC അറിഞ്ഞാലും ഇഫ് പേഴ്സണൽ പ്രോബ്ലംസ് ഇസ് പ്ലേയിങ് യു ദെൻ നമ്മളെ എത്ര ഇൻ്റലിജൻ്റ് ആണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഫോക്കസ് പോകും. ഇതും വലിയൊരു കാരണമാണ്. ഐ ഹവ് സീൻ thousands of aspirants who were really good failing in the examination just because പേഴ്സണൽ ഇഷ്യൂസ് കാരണം അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. വി ഹാവ് ടു ഫിക്സ് ദിസ് ഇഷ്യൂ ദിസ് ടൈം. അതും മെൻറ്റർഷിപ്പിന് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് IAS ഫാക്ടറിൻ്റെ മെൻറ്റർഷിപ്പിൽ ഞാനാണ് നേരിട്ട് മെൻറ്റർഷിപ്പ് 1-on-1 ചെയ്യുന്നത്. സോ ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് get in touch with us. We can have a fantastic session. So വലിയ മാജിക്കും വലിയ സംഭവങ്ങളും മിറാക്കിളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. I can put you into the right track, a strong track where you can content the examination very strongly, very confidently. So join us with mentorship with IAS Factor.